ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. വ്യാസഭാരതം കഥ കേൾക്കാം. വ്യാസഭാരതം ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് CV കുഞ്ഞുരാമൻ, പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ, ശൃംഗപുരം, കൊടുങ്ങല്ലൂർ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഹരേ കൃഷ്ണ. 2 സൈന്യസന്നാഹങ്ങൾ. അനന്തരം സഭ പിരിഞ്ഞു. ശ്രീകൃഷ്ണാദികൾ ദ്വാരകയിലേക്ക് യാത്രയായി. ദ്രുപദ മഹാരാജാവ് തൻ്റെ പുരോഹിതനെ തന്നെ ഹസ്തിനാപുരത്തേക്ക് ദൂതിനയച്ചു. ദൗത്യബലം സന്നിഗ്ധമായിരുന്നതിനാൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അന്യരാജാക്കന്മാരുടെ അടുക്കലേക്കും ദൂതന്മാരെ അയച്ചു. പാണ്ഡവന്മാർ ദൂതന്മാരെ അയച്ച വിവരമറിഞ്ഞ് ദുര്യോധനനും ദൂതന്മാരെ അയച്ചു. ദ്വാരകയിലേക്ക് പാണ്ഡവ ഭാഗത്തു നിന്ന് ദൂതന്മാരെ ആരെയും അയക്കാതെ അർജുനൻ തന്നെ പോകുകയാണ് ചെയ്തത്. കൗരവ ഭാഗത്തു നിന്ന് ദുര്യോധനൻ തന്നെ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അർജുന ദുര്യോധനന്മാർ ദ്വാരകയിലെത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ ഉറക്കമായിരുന്നു. ദുര്യോധനൻ ആദ്യമായി ശയനഗൃഹത്തിൽ പ്രവേശിച്ചു. ശ്രീകൃഷ്ണ മഞ്ചത്തിൻ്റെ തലക്കൽ ചെന്ന് പീഠമിട്ടിരുന്നു. അർജുനൻ രണ്ടാമത് ചെന്നു കാൽക്കലും നിന്നു. കുറേ കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ഉറക്കമുണർന്നു. ആദ്യം കണ്ടത് അർജുനനെയാണ്. പിന്നീട് ദുര്യോധനനെയും കണ്ടു. രണ്ടുപേരും യുദ്ധത്തിൽ സഹായം അപേക്ഷിച്ചു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ 2 കക്ഷികളും എനിക്ക് ഒരുപോലെയാണ്. ആദ്യം വന്ന ആളെ സഹായിക്കുകയാണ് രാജധർമ്മം. ദുര്യോധനൻ ആദ്യം വന്നു. എന്നാൽ ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ്. അതിനാൽ ഒരു കാര്യം ചെയ്യാം. എൻ്റെ സൈന്യങ്ങളെയെല്ലാം ഒരു ഭാഗത്ത് നിർത്താം. ഞാൻ മാത്രം മറുഭാഗത്ത് നിൽക്കാം. എന്നാൽ നിങ്ങൾ സഹോദരന്മാർ തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഞാൻ ഏതു ഭാഗത്ത് നിൽക്കുന്നതായാലും ആയുധം എടുത്ത് യുദ്ധം ചെയ്യുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നെയോ സേനയെയോ വരിച്ചു കൊള്ളുക. ആദ്യം ഞാൻ കണ്ടത് അർജുനനെ ആയതുകൊണ്ടും നിങ്ങൾ 2 പേരിലും വെച്ച് ഇളമ അർജുനനായതുകൊണ്ടും അർജുനൻ തന്നെ ആദ്യം പറയട്ടെ, എന്നെ വേണമോ സേനയെ വേണമോ എന്ന്. അർജുനൻ യാതൊരു സന്ദേഹവും കൂടാതെ യുദ്ധത്തിൽ ആയുധം തൊടുകയില്ലെന്ന് ശപഥം ചെയ്ത ശ്രീകൃഷ്ണനെ തന്നെ പാണ്ഡവ ഭാഗത്തേക്ക് വരിച്ചു. ശ്രീകൃഷ്ണൻ്റെ മഹാസേനയെ തനിക്ക് ലഭിച്ചതിൽ അത്യന്തം സന്തുഷ്ടനായ ദുര്യോധനൻ ഉടൻ തന്നെ ശ്രീകൃഷ്ണനോട് യാത്ര പറഞ്ഞ് ബലദേവരെ ചെന്ന് കണ്ടു. 2 കക്ഷികളും തനിക്ക് തുല്യന്മാരാണെന്നും എന്നാൽ ശ്രീകൃഷ്ണൻ്റെ എതിർപക്ഷത്ത് നിൽക്കാൻ തനിക്ക് വൈമനസ്യമുണ്ടെന്നും അതിനാൽ ഈ യുദ്ധത്തിൽ താൻ ഒരു ഭാഗത്തും ചേരുന്നില്ലെന്നും ബലദേവൻ തീർത്തു പറഞ്ഞു. ദുര്യോധനന് അതുകൊണ്ട് വലിയ ഇച്ഛാഭംഗമൊന്നും ഉണ്ടായില്ല. കോപിച്ചാൽ സംഹാരരുദ്രനെ പോലെ ഭയങ്കരനായ ബലദേവൻ പാണ്ഡവപക്ഷം ചേരുകയില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ദുര്യോധനൻ സംതൃപ്തനായി യാത്ര പറഞ്ഞു തനിക്ക് ലഭിച്ച ഒരു അക്ഷൗഹിണി സൈന്യത്തോടുകൂടി ഹസ്തിനാപുരത്തിലേക്ക് പുറപ്പെട്ടു. ഇതിനിടയ്ക്ക് പാണ്ഡവദൂതന്മാരും കൗരവദൂതന്മാരും സമീപസ്ഥരും ബന്ധുക്കളുമായ രാജാക്കന്മാരെ ക്ഷണിക്കുന്നതിന് നാനാ രാജ്യങ്ങളിലും സഞ്ചരിക്കുകയായിരുന്നു. അക്കാലത്ത് ഭാരതഗണത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരിൽ പാണ്ഡവപക്ഷത്തിലോ കൗരവപക്ഷത്തിലോ ചേരാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പാണ്ഡവപക്ഷത്ത് 7 അക്ഷൗഹിണിപ്പടയും കൗരവപക്ഷത്ത് 11 അക്ഷൗഹിണിപ്പടയും ചേർന്നു. പാണ്ഡവന്മാരുടെ ഉറ്റ ബന്ധുവും മദ്ര രാജാവുമായിരുന്ന ശല്യരെ അദ്ദേഹം പാണ്ഡവപക്ഷത്ത് ചേരുവാനായി പുറപ്പെട്ടു വരുമ്പോൾ മാർഗമധ്യത്തിൽ വെച്ച് നയോപായത്താൽ ദുര്യോധനൻ സ്വപക്ഷത്തിൽ ചേർത്തു. അടുത്ത ഭാഗം 3 സഞ്ജയ ദൗത്യം. വിരാടസഭയിലെ തീരുമാനമനുസരിച്ച് ദൂതൻ ഹസ്തിനാപുരത്തിലെത്തി തൻ്റെ ദൗത്യം സാമർത്ഥ്യത്തോടുകൂടി തന്നെ നിർവഹിച്ചു. ദൂതനെ കൗരവന്മാർ വളരെ ഉപചാരപൂർവം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ആദരപൂർവം കേൾക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തോട് തീർച്ചയായും മറുപടിയൊന്നും പറയാതെ താമസിയാതെ ആലോചിച്ച്
മറുപടി അറിയിച്ചു കൊള്ളാമെന്ന് പറഞ്ഞയക്കുകയാണ് ധൃതരാഷ്ട്രർ ചെയ്തത്. ദ്രോണകൃപാചാര്യന്മാരും ഭീഷ്മ വിദുരാദി കുരുവൃദ്ധന്മാരും പാണ്ഡവരാജ്യം തിരികെ കൊടുത്ത് സമാധാനമായി കഴിയുന്നതാണ് നല്ലതെന്ന് ധൃതരാഷ്ട്രരോട് ഉപദേശിച്ചു. ഗാന്ധാരി ദേവിയും സമാധാനത്തിനു തന്നെ നിർബന്ധിച്ചു. ധൃതരാഷ്ട്രർക്കും യുദ്ധം കൂടാതെ കഴിച്ചാൽ കൊള്ളാമെന്ന് വളരെ താൽപ്പര്യമുണ്ടായിരുന്നു. എങ്കിലും പുത്രവാത്സല്യം നിമിത്തം ദുര്യോധനൻ്റെ ഹിതത്തിന് വിപരീതമായി യാതൊന്നും പ്രവർത്തിക്കുവാൻ അദ്ദേഹം ശക്തനായി തീർന്നില്ല. പിതൃപൈതാമഹമായി തനിക്ക് അവകാശപ്പെട്ടതും പാണ്ഡവന്മാർക്ക് ഒരിക്കൽ ഭാഗിച്ച് ഭരിക്കാൻ കൊടുത്തതെങ്കിലും ദ്യൂതത്തിൽ തിരികെ ലഭിച്ചതുമായ രാജ്യം എന്തുതന്നെയായാലും വീണ്ടും കൈവിടുന്നതല്ലെന്ന് ദുര്യോധനൻ നിർബന്ധമായി വാദിക്കയാൽ കുരു രാജാവായ ധൃതരാഷ്ട്രർ വല്ലാതെ കുഴങ്ങേണ്ടി വന്നു. പാണ്ഡവദൂതന്മാർ മടങ്ങിപ്പോയ ശേഷം അദ്ദേഹത്തിന് ഉറക്കം തന്നെ ഉണ്ടായില്ല. ധർമ്മോപദേശം ചെയ്ത് ശമധനനായ ധർമ്മപുത്രരെ സമാധാനപ്പെടുത്തുവാൻ സമർത്ഥനായ ഒരു ദൂതനെ അയക്കണമെന്ന് ധൃതരാഷ്ട്രർ തീർച്ചപ്പെടുത്തി. അന്നു രാത്രി തന്നെ അദ്ദേഹം ബുദ്ധിമാനും വിദ്വാനും വാഗ്മിയുമായ സഞ്ജയനെ വരുത്തി പാണ്ഡവന്മാരുടെ അടുക്കലേക്ക് ദൂതിന് മറുപടിയായുള്ള സന്ധി സന്ദേശം പറഞ്ഞയക്കുകയും ചെയ്തു. സഞ്ജയൻ ഉപപ്ലാവ്യത്തിൽ എത്തിയപ്പോൾ പാണ്ഡവ സഹായികളായ ശ്രീകൃഷ്ണ പാഞ്ചാലാദി മഹാരഥന്മാരെല്ലാം യുദ്ധോദ്യുക്തരായി അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അവരുടെ സദസ്സിൽ വെച്ചാണ് സഞ്ജയൻ ധൃതരാഷ്ട്ര സന്ദേശം അറിയിച്ചത്. സഞ്ജയൻ പറഞ്ഞു, ഞാൻ ധൃതരാഷ്ട്രന്മാരുടെയും പാണ്ഡവന്മാരുടെയും പൊതുവായ ക്ഷേമത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. വല്ല നിവൃത്തിയുമുള്ള പക്ഷം യുദ്ധമൊന്നും കൂടാതെ സമാധാനമായും സൗഭ്രാതത്തോടും കൂടി കഴിയണമെന്നാണ് കുരു മഹാരാജാവായ ധൃതരാഷ്ട്രരുടെ ആഗ്രഹം. ധർമ്മപാരായണന്മാരായ നിങ്ങൾ മൂലം യുദ്ധമുണ്ടായി കുലഹാനി വരുന്നതായാൽ യുദ്ധത്തിൽ നിങ്ങൾക്കു തന്നെ വിജയം പ്രാപിക്കുന്നതായാലും അത് നിങ്ങൾക്ക് ശ്രേയസ്കരമായി തീരുന്നതല്ല. ശുഭകീർത്തികളുടെ സ്വൽപ്പമായ കിൽബിഷം പോലും ശുഭ്രവസ്ത്രത്തിൽ വീണ മഷിത്തുള്ളി പോലെ തെളിഞ്ഞു കാണുന്നതാണ്. നിങ്ങളുടെ സഹോദരന്മാരായ ധാർത്തരാഷ്ട്രന്മാർ ദുഷ്ടന്മാരായിരുന്നാൽ പോലും സഹോദര സംഹാരത്തിൻ്റെ പാപമൂർച്ഛാപാകം നിമിത്തം മൃതബന്ധുക്കളായി തീരുന്ന നിങ്ങളും മൃതതുല്യരായി തന്നെ ജീവിച്ചിരിക്കേണ്ടി വരുന്നതാണ്. ശ്രീകൃഷ്ണനും പാഞ്ചാല വിരാടന്മാരും സഹായത്തിനുള്ള ഭീമാർജുന ബലത്തെ ജയിക്കാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. ഭീഷ്മദ്രോണ കൃപന്മാരാലും ശല്യകർണാദി മഹാരഥന്മാരാലും നീതമായ കൗരവസേനാ സമുദ്രാക്രമണത്തെ നിരോധിക്കുക എന്നതും എളുപ്പമല്ല. ആരു ജയിച്ചാലും ആരു തോറ്റാലും ജയിക്കുന്നതും തോൽക്കുന്നതും ഒരു കുടുംബത്തിലുള്ളവരാകയാൽ കുടുംബത്തിന് ക്ഷയമല്ലാതെ വൃദ്ധിയുണ്ടാവാൻ മാർഗം കാണുന്നില്ല. അതിനാൽ ഏതു വിധേനയും സമാധാനമായി കഴിയാനുള്ള മാർഗം നിങ്ങൾ കൂടി ആലോചിച്ച് നിർണയിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. യുധിഷ്ഠിരൻ പറഞ്ഞു, യുദ്ധത്തെക്കാൾ അയുദ്ധം വിശിഷ്ടമാണെന്ന് അങ്ങ് പറഞ്ഞതിനോട് ആരും യോജിക്കുക തന്നെ ചെയ്യും. ആഗ്രഹങ്ങളെല്ലാം കർമ്മം കൂടാതെ തന്നെ സഫലമായി തീരുമായിരുന്നു എങ്കിൽ ആരും കർമ്മമൊന്നും ചെയ്യേണ്ടതായി വരികയില്ലായിരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ആഗ്രഹം സ്വപുത്രന് ശത്രുവില്ലാത്ത രാജ്യം സിദ്ധമാവണമെന്നാണ്. പുത്രന്മാരെ അജാത ശത്രുക്കളായി കാണുവാൻ ആഗ്രഹിക്കുന്ന ആ പിതാവ് ആ പുത്രന്മാർ ഞങ്ങളോട് ചെയ്തത് എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കുന്നുമുണ്ട്. കൗരവസേനയുടെ പെരുപ്പവും സേനാനികളുടെ സാമർഥ്യവും കൊണ്ട് സ്വപക്ഷം അജയ്യമെന്ന ധാർത്തരാഷ്ട്രന്മാർക്കുള്ള വിശ്വാസം ഗാണ്ഡീവത്തിൻ്റെ ഘോര വിഷ്ഭാരം കേൾക്കുന്നതുവരെയും ക്രോധിച്ച ഭീമൻ്റെ കാലാസ്യകൽപ്പമായ മുഖം കാണുന്നതുവരെയും മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഞങ്ങളിൽ ഒരാൾ ജീവിച്ചിരിക്കെ ഞങ്ങളുടെ സ്വത്ത് കരസ്ഥമാക്കാമെന്ന് ആരും മോഹിക്കേണ്ട. അവർ ഞങ്ങളോട് ചെയ്തതെല്ലാം മറന്നു മേലും സൗഭ്രാത്രത്തോടുകൂടി ഇരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. എന്നാൽ ഞങ്ങളുടെ ഇന്ദ്രപ്രസ്ഥം ഞങ്ങൾക്ക് തിരികെ കിട്ടുക തന്നെ വേണം. സഞ്ജയൻ വീണ്ടും പറഞ്ഞു,
മനുഷ്യജീവിതം നശ്വരമെന്നും ധർമ്മം മാത്രം ശാശ്വതമെന്നും അറിഞ്ഞിരിക്കുന്ന യുധിഷ്ഠിരൻ നശ്വരനായ രാജ്യലാഭത്തെ എന്തിനായിട്ടിച്ഛിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. ദുര്യോധനൻ രാജ്യം തിരികെ തരുന്ന കാര്യത്തിൽ വിമനസ്സനായിരിക്കുന്ന സ്ഥിതിക്ക് നാശകരമായ യുദ്ധം കൊണ്ട് സമ്പാദിക്കാവുന്ന ഇന്ദ്രപ്രസ്ഥത്തേക്കാൾ അന്തകവൃഷ്ണികളുടെ നാട്ടിലെ ഭൈക്ഷ്യാന്നം കൊണ്ട് സമ്പാദിക്കാവുന്ന ഇന്ദ്രലോകവാസമല്ലേ കാമ്യമായിട്ടുള്ളത്? പരലോകാർത്ഥം രാജസൂയാദി അനേക പുണ്യകർമ്മങ്ങൾ നടത്തിയിട്ടുള്ള യുധിഷ്ഠിരൻ പുണ്യക്ഷയകരമായ ഈ യുദ്ധത്തിന് ഒരുങ്ങുന്നത് യുക്തമല്ല. ധർമാനുഷ്ഠാനത്തിൽ സിദ്ധമാകുന്ന പുണ്യത്തെ കാമിച്ചില്ലെങ്കിൽ 12 കാലത്തെ വനവാസ സങ്കടം എന്തിനായിട്ടാണ് നിങ്ങൾ അനുഭവിച്ചത്? അക്ഷക്രീഡാവ്യാജേന ധാർത്തരാഷ്ട്രന്മാർ രാജ്യം കരസ്ഥമാക്കിയപ്പോൾ തന്നെ അവരോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കുവാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ അന്നുമുണ്ടായിരുന്ന ഈ ബന്ധുക്കളുടെ സഹായത്തോടുകൂടി അത് അനായാസേന സാധിക്കാമായിരുന്നു. ഇപ്പോഴാകട്ടെ അവർ 12 കാലത്തെ രാജ്യഭരണവും സൈന്യസന്നാഹങ്ങളും കൊണ്ട് സ്വശക്തിയെ സുസ്ഥിരമാക്കി തീർത്തിരിക്കുന്നു. നിങ്ങൾക്ക് ബന്ധുബലമല്ലാതെ സ്വബലം ശൂന്യമായും തീർന്നിരിക്കുന്നു. ഈ സൗകര്യം അറിഞ്ഞുകൊണ്ട് അവർക്ക് നൽകിയിട്ട് അകാലത്തിൽ ഈ അധർമ്മ്യ കർമ്മത്തിന് എന്തിനായിട്ട് ഉദ്യമിക്കുന്നു? യുദ്ധമുണ്ടായാൽ ആരെല്ലാമാണ് വധിക്കപ്പെടേണ്ടി വരുന്നതെന്നും ഒന്ന് ആലോചിച്ചു നോക്കുക. കുരു പിതാമഹനായ ശന്തനു മഹാരാജാവിൻ്റെ ഔരസപുത്രനും ദിവ്യനുമായ ഭീഷ്മർ, ആചാര്യനായ ദ്രോണർ, അദ്ദേഹത്തിൻ്റെ പുത്രനും വിശിഷ്ടനുമായ അശ്വത്ഥാമാവ്, വന്യനായ കൃപാചാര്യർ, ഉറ്റബന്ധുവായ ശല്യർ, ഇവരെല്ലാവരും നിങ്ങളുടെ ശ്രേയാഭിലാഷികളാണെങ്കിലും യുദ്ധത്തിൽ അവർക്ക് നിങ്ങളോട് നേരിടാതെ നിവൃത്തിയില്ല. വധ്യരല്ലാത്ത ഇവരെയെല്ലാം വധിച്ചു നേടുന്ന ശ്രേയസ് എന്തൊരു ശ്രേയസ്സാണ്! സമുദ്രമേഖലമായ ഭൂമണ്ഡലം മുഴുവൻ ജയിച്ച് കീഴടക്കിയ സാർവഭൗമനും ജരാനരകളെ ജയിച്ച് കീഴടക്കുക സാധ്യമല്ല. ആ വസ്തുത നല്ലവണ്ണം ഓർത്തിട്ടു മാത്രമേ സഹോദര സംഹാരക്രിയയായ ഈ സങ്കരത്തിന് ഉദ്യമിക്കാവൂ. യുധിഷ്ഠിരൻ വീണ്ടും പറഞ്ഞു, ധർമ്മ ചർച്ചയിൽ ധർമ്മത്തിന് അധർമ്മരൂപവും അധർമ്മത്തിന് ധർമ്മരൂപവും ചിലപ്പോൾ തോന്നിയേക്കാം. പണ്ഡിതന്മാർ മാത്രമേ ധർമ്മത്തിൻ്റെ സൂക്ഷ്മസ്ഥിതി നിർണയിക്കാൻ ശക്തരായി തീരുകയുള്ളൂ. പ്രജാപത്യ സ്വർഗമായ ബ്രഹ്മലോക ലാഭം പോലും അധർമ്മമായിട്ട് ഞാൻ കാമിക്കയില്ല. സ്വധർമ്മത്തെ വിട്ടാണ് ഞാൻ ഈ യുദ്ധത്തിന് ഉദ്യമിക്കുന്നതെങ്കിൽ ഞങ്ങൾ 2 കക്ഷികൾക്കും ഒരുപോലെ ബന്ധുവും ധർമ്മരഹസ്യം സൂക്ഷ്മമായി അറിയാവുന്നവനെന്ന സർവസമ്മതനുമായ ശ്രീകൃഷ്ണൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീർപ്പു കൽപ്പിക്കട്ടെ. ശ്രീകൃഷ്ണൻ പറഞ്ഞു, പാണ്ഡവന്മാർ അവരുടെ രാജ്യം തിരികെ കിട്ടണമെന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അത് മര്യാദയ്ക്ക് മടക്കി കൊടുക്കുവാൻ ധാർത്തരാഷ്ട്രന്മാർ തയ്യാറാകുന്നില്ലെങ്കിൽ യുദ്ധം ഉണ്ടാകാതെ നിവൃത്തിയൊന്നുമില്ല. ഇതിൽ വലിയ ധർമാധർമ്മ പ്രവചനത്തിനൊന്നും ആവശ്യം കാണുന്നില്ല. ശകുനി ചതിയായി ചൂത് കളിച്ചപ്പോഴും ദുശാസനൻ സഭാമധ്യത്തിൽ പാഞ്ചാലപുത്രിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്നപ്പോഴും കർണൻ പാഞ്ചാലിയെ ദാസിയെന്ന് അപമാനിച്ച് പരിഹസിച്ചപ്പോഴും പാണ്ഡവന്മാർ സർവസ്വം ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ട് വനവാസം ചെയ്തപ്പോഴും സഞ്ജയൻ്റെ ഈ ധർമ്മവാദങ്ങളൊന്നും പുറത്തു വന്നില്ല. ധാർത്തരാഷ്ട്രന്മാരോട് പാണ്ഡവരാജ്യം തിരികെ കൊടുക്കുകയാണ് മാനമെന്ന് മടങ്ങിച്ചെന്ന് പറയുകയാണ് സഞ്ജയൻ ചെയ്യേണ്ടത്. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം ഇതിനടുത്ത ഭാഗമായ ദുര്യോധന ധൈര്യം എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.